യൂട്യൂബിൽ എന്നെ കാണുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഹല്ലേലൂയ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേരും വിളിച്ചു. പേര് വിളിക്കുമെന്ന് ദൂതൻ പറഞ്ഞതാ കേട്ടോ. ലൂക്കോസ് എഴുതി മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 22-ാം വാക്യമാണ് ഞാൻ പറഞ്ഞത്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേര് വിളിക്കും. ദൈവം നമ്മോട് കൂടെ, അതാണ് ക്രിസ്മസ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടോ? ഉണ്ട്, ഉണ്ട്. യേശു നമ്മിലും നമ്മൾ യേശുവിലും, അവിടാണ് ക്രിസ്മസ്. ഹല്ലേലൂയ. നമ്മൾ വീണ്ടും ജനിച്ചു, യേശു നമ്മുടെ ഹൃത്തിൽ വന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം മാറി, ഇരുട്ടിൽ നിന്ന് നമ്മൾ വെളിച്ചത്തായി. അതുകൊണ്ടല്ലേ നമ്മളിവിടെ എല്ലാം ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നത് അല്ലേ? ശരിക്കുമുള്ള വെളിച്ചം ആരാ? യേശു ആണ്. ഹല്ലേലൂയ. ജീസസ് ദ ട്രൂ ലൈറ്റ്. ഹല്ലേലൂയ. ആ ലൈറ്റ് ഇപ്പോൾ എവിടെ ഇരിക്കുന്നേ? എവിടെ? നമ്മുടെ ഉള്ളിലാ. അപ്പോൾ ഇപ്പോൾ ലൈറ്റ് ആരാ? നമ്മളാ അല്ലേ? നമ്മളാ ലൈറ്റ്, നമ്മളാ നക്ഷത്രം. ഹല്ലേലൂയ. നമ്മളെ സ്റ്റാറാക്കി ദൈവം ഇപ്പം മാറ്റിയിരിക്കുക, പ്രകാശിക്കാൻ എല്ലാവർക്കും വേണ്ടി. എന്തിനാ നമ്മൾ സ്റ്റാറെല്ലാം വീട്ടിലിടുന്നേ? യേശു ജനിച്ചപ്പോൾ വിദ്വാൻമാർ നക്ഷത്രം കണ്ടു അല്ലേ? നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു എന്നാ വചനത്തിൽ പറയുന്നേ. ശിശു ജനിച്ച സ്ഥലത്തിന് മുകളിലായിട്ട്, ശിശു എവിടാണോ ഉണ്ടായിരുന്നത്, അമ്മയപ്പന്മാരോടുകൂടെ യേശു ആയിരുന്ന സ്ഥലത്തിനു മുകളിൽ ആ നക്ഷത്രം പോയി നിന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഈ നക്ഷത്രങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ യേശു നമ്മുടെ ഭവനത്തിലുണ്ട്, നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഓരോ സ്റ്റാറിനെ നോക്കുമ്പോഴും ജീസസ് ഈസ് ഇൻ മീ, യേശു എൻ്റെ ഉള്ളിൽ, യേശു എൻ്റെ ഉള്ളിൽ. അതാണ് നമ്മുടെ സന്തോഷം. സ്റ്റാർ കാണുമ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ ഈ നക്ഷത്രമൊക്കെ വീട്ടിലിടുന്നത്. ഹല്ലേലൂയ. എത്ര പേരുടെ വീട്ടിൽ സ്റ്റാർ ഇട്ടു? അത്ര ഇട്ടിട്ടുണ്ട്. ഇട്ടില്ലെങ്കിൽ വിഷമിക്കണ്ട, അടുത്ത വർഷം ഇടാം. ഹല്ലേലൂയ. സ്തോത്രം. ഇട്ടില്ലെങ്കിലും വിഷമമൊന്നും വിചാരിക്കണ്ട, അടുത്ത വർഷം നമുക്ക് ഇടാനായിട്ട് ദൈവം കൃപ തരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ശരിക്കും ഡിസംബർ 25-നാണോ യേശു ജനിച്ചേ? അങ്ങനെ ബൈബിളിലില്ല അല്ലേ? യേശു ജനിച്ചല്ലോ, അത് നിങ്ങൾ സമ്മതിക്കുന്നോ? അത് സമ്മതിക്കുന്നു, അത് മതി. ഹല്ലേലൂയ. യേശു ജനിച്ചു എന്നുള്ളത് കൊണ്ട് ക്രിസ്മസ് 25-നായാലും ഡിസംബറിലായാലും ഏപ്രിലായാലും ഇനിയിപ്പോൾ ഒക്ടോബറിലായാലും നമ്മൾ ആഘോഷിക്കുന്നത് യേശുവിൻ്റെ സുവാർത്തയാണല്ലോ അല്ലയോ? ആ മഹാസന്തോഷമാണല്ലോ. ആണല്ലോ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഡിസംബർ 25-നല്ല എന്ന് വാദിക്കുന്നത് കൊണ്ട് നമുക്കിപ്പോൾ പുതിയൊരു ഡേറ്റ് പോയി കണ്ടുപിടിച്ചൊന്നും ആഘോഷിക്കാനായിട്ടൊന്നും പറ്റത്തില്ലല്ലേ? എങ്ങനെയാണ് നമ്മൾ ആ സ്നേഹത്തെ മറ്റുള്ളവർക്ക് അറിയിക്കുന്നത്? ഇതുപോലെയാണ്. മറ്റു മക്കൾക്ക് ആ സ്നേഹത്തെ അറിയിക്കാനാണ് നമ്മൾ ഈ ദിവസത്തെ ഉപയോഗിക്കുന്നത്. ഡിസംബർ 25-ൽ നമ്മൾ ചെയ്യുന്നത് ക്രിസ്തു നമുക്ക് കാണിച്ച ആ ഒരു മാതൃക പിന്തുടരുകയാണ് നമ്മൾ അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞു, ക്രിസ്തു നമുക്ക് മുൻപിൽ ഒരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു. ഹല്ലേലൂയ. ആ മാതൃക നമ്മൾ മറ്റുള്ളവർക്ക് പ്രകടമാക്കുന്ന ഒരു സീസണായി ഈ ക്രിസ്മസ് സീസൺ നമ്മുടെ ജീവിതത്തിൽ മാറണം. യേശു ഈ ലോകത്തിൻ്റെ വെളിച്ചമായിരുന്നു. ആ യേശു ഇപ്പോൾ വസിക്കുന്നത് നമ്മുടെ ഉള്ളിലാണെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമാകണം, നമ്മൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാവണം. എത്ര പേരുടെ ജീവിതത്തെ നോക്കി മറ്റുള്ളവർ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് കിട്ടിയെങ്കിലെന്ന്. നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് പറയുന്നുണ്ടോ മറ്റുള്ളവരെ? പറയണം. ഹല്ലേലൂയ. യേശു എന്നുള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ. യേശു എന്നുള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ. നമ്മുടെ മാറ്റം എന്താണ്? അതാണ് എൻ്റെ ചോദ്യം. ഹല്ലേലൂയ. ഓരോ ക്രിസ്മസിനും നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ശരിക്കും ഞാൻ മറ്റുള്ളവർക്കൊരു വെളിച്ചമാകുന്നുണ്ടോ? അതോ ഞാൻ ഇന്നും ഇരുട്ടിലാണോ ഇരിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ ആ യേശുവിൻ്റെ ക്രിസ്തുവിൻ്റെ ശരിയായ വെളിച്ചം വന്നിട്ടുണ്ടോ?
ഒത്തിരി വെളിച്ചമുണ്ട് തന്നെ, ഇവിടെ ഒരു വെളിച്ചമുണ്ട്, അവിടെ എല്ലാം സീരിയലുണ്ട്, അതിൻ്റെ വെളിച്ചമുണ്ട്. അതൊന്നുമല്ല ഞാൻ പറയുന്ന വെളിച്ചം, നിത്യ ജീവന്റെ വെളിച്ചം, നമ്മളെ നിത്യ തേജസ്സിലേക്ക് നടത്താൻ കഴിയുന്ന ആ വെളിച്ചം, അത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നും ആ ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ അനുഭവം നമ്മളിലുണ്ടാവും. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളത്തിൽ യേശു വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ. നമ്മളെല്ലാം ഈ പുൽക്കൂടൊക്കെ ഒത്തിരി പേര് ഉണ്ടാക്കാറുണ്ട്, ഇവിടെ അതില്ല, ഒത്തിരി പേർ ചെയ്യാറുണ്ട്. ഓരോ പുൽക്കൂടിലും നമ്മൾ നോക്കിയാൽ ഉണ്ണീശോ ഇങ്ങനെ അവര് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ആ പുൽക്കൂട്ടിൽ ഉണ്ണീശോയുണ്ട്, പക്ഷെ അത് ചെയ്യുന്നവരകത്തില്ല, യേശു. അവിടെയാണ് കുഴപ്പം. പുൽക്കൂട്ടിലിരിക്കുന്നതേ ഉള്ളൂ ഇന്നും. ഇത് ഹൃദയത്തിനകത്ത് വരണ്ടേ. ഹല്ലേലൂയ. പുൽക്കൂട്ടിലിരുന്നാൽ മതിയോ? പറ്റത്തില്ലല്ലേ. ആ യേശു നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു, ആ ജീവനെ നമുക്ക് നൽകി, പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, നമ്മളിലൂടെ ജീവിക്കുന്നു, നമ്മളെ ചേർക്കാൻ വീണ്ടും വരും. ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ, അത് വിശ്വസിച്ചാൽ നിങ്ങൾ വെളിച്ചത്തിലാണ്. ഹല്ലേലൂയ. വെളിച്ചത്തിൽ വസിക്കുന്നവനെ ഇരുളിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ. വെളിച്ചത്തിലാണ് നിങ്ങൾ വസിക്കുന്നതെങ്കിൽ പിശാചിന് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇവിടെ ഇത്രയും ലൈറ്റ് ഇവിടെ ഉണ്ട്. ഈ ലൈറ്റ് വെളിച്ചത്തിൽ എന്തെങ്കിലും ക്രൂര മൃഗങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ആരേലും നോക്കിക്കൊണ്ടിരിക്കും? എന്നാൽ ഇരുട്ടാണെങ്കിൽ എന്തെങ്കിലും ഇഴജീവികൾ വന്ന് കടിച്ചു, എന്താണ് കടിച്ചതെന്ന് പോലും നമുക്കറിയത്തില്ല. അത് ഇരുട്ടായോണ്ടാ. എന്നാൽ വെളിച്ചത്തിലാണെങ്കിൽ നമുക്ക് വളരെ വേഗം അറിയാം എന്താണ് ഏതാണെന്നുള്ളത്. അതുപോലെ നമ്മുടെ ജീവിതം വെളിച്ചത്തിലാണെങ്കിൽ ഒരു ശത്രു, ഒരു ദുഷ്ടനും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനായിട്ട് അവന് ഇടയില്ല. വന്നാൽ നമ്മൾ കാണും. ഹല്ലേലൂയ. എങ്ങാനും അവൻ വന്നാൽ നമ്മൾ അവനെ കണ്ടുപിടിച്ചിരിക്കും. കാരണം നമ്മൾ ഇരുട്ടിലല്ല, വെളിച്ചത്തിലാണ്. ഹല്ലേലൂയ. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക്, പറഞ്ഞാട്ടെ, അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക്, ഇരുട്ടിന്റെ ആധിപത്യത്തിൽ നിന്നും വെളിച്ചത്തിന്റെ രാജ്യത്തിലേക്ക്, പിശാചിന്റെ രാജ്യത്തിൽ നിന്നും ദൈവരാജ്യത്തിലേക്ക് ദൈവം നമ്മളെ മാറ്റിയിരിക്കുന്നു. ഹല്ലേലൂയ. അതാണ് ഈ ക്രിസ്മസിന്റെ സന്തോഷം. ഹല്ലേലൂയ. ലോകത്തെ താൻ സ്നേഹിക്കുന്നത് കൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകി തന്നു. ഹല്ലേലൂയ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നതുണ്ട്. 2000 വർഷം മുമ്പേ അല്ല ശരിക്കും യേശു ഉണ്ടായിരുന്നതാണോ? നമുക്കറിയാവുന്നത് ഒരു 2025 വർഷം അല്ലേ ആ യേശു ക്രൂശിൽ വന്നു. അല്ലെങ്കിൽ അതിനു മുമ്പേ ഒരു 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. അതിനു മുമ്പേ യേശു ഇല്ലായിരുന്നോ? ഉണ്ടോ? ഉണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം എടുത്താൽ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാനായി കഴിയും. താങ്ക് ലോർഡ്. 5 മിനിറ്റ് കൂടി. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം മുതലേ നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം, Gospel according to John, chapter 1, verses 1 onwards. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആ വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെയല്ല. അപ്പോ വളരെ ശ്രദ്ധിക്കണം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, അല്ലെ? ആദിയിൽ എന്തുണ്ടായിരുന്നു? വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു. സകലവും, പറഞ്ഞേ, സകലവും വചനം മുഖാന്തരം ഉളവായി. നമ്മൾ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലതും ഉളവായത് വചനം മുഖാന്തരമാണ്. നമ്മൾ ഈ വചനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വചനത്തെ ഒരിക്കലും ഒരു വ്യക്തിയായിട്ടൊന്നും കാണാൻ നമുക്ക് പറ്റില്ല. പറ്റുമോ? പറ്റില്ല. നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക്
വചനത്തെ ഒരു വ്യക്തിയായിട്ട്, ഒരു പേഴ്സണായിട്ട് കാണാനൊന്നും നമുക്ക് കഴിയില്ല. ഹല്ലേലൂയ. സർവവും വചനം മുഖാന്തരം ഉളവായി. താഴേക്ക് വായിച്ചു. അവനിൽ, വചനത്തെ അവിടെ ഹി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ അത് മനസ്സിലായോ? അവൻ, അത് എന്നല്ലല്ലോ പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? വചനം എന്ന് പറഞ്ഞിട്ട് അവൻ, ഇൻ ഹിം വാസ് ലൈഫ്. ഹല്ലേലൂയ. വചനത്തിൽ എന്തോന്നുണ്ടായിരുന്നു എന്നാ? ജീവൻ ഉണ്ടായിരുന്നു. ബാക്കി വെച്ചു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായി. അപ്പോൾ എന്താണ് ശരിക്കും നമ്മുടെ വെളിച്ചം? യേശുവിൽ ഉണ്ടായിരുന്ന ആ ജീവൻ. എന്ത് ജീവനാ? നിത്യ ജീവൻ. ബാക്കി വായിച്ചു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കുകയില്ല. അത് വേണ്ട. 9-ാം വാക്യം വായിച്ചു. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. പറഞ്ഞേ, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് ആര്? യേശു. പറഞ്ഞാട്ടെ, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് യേശു. അപ്പൊ യേശു ആരാ? ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കാൻ കഴിവുള്ളവൻ. ഹല്ലേലൂയ. എവിടെ പ്രകാശമുണ്ടോ അവിടെ യേശു ഉണ്ട്. എവിടെ ഇരുട്ടുണ്ടോ അവിടെ പിശാചും ഉണ്ട്. ഹല്ലേലൂയ. ഏതു മനുഷ്യനെയും പറഞ്ഞാട്ടെ, പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവിടെ ആ പ്രശ്നം. ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. തൊട്ടടുത്ത വാക്യത്തിൽ പറയുക അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു. ആദ്യം പറയുക ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു, പിന്നെ പറയുകയാണ് അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു. ചേട്ടാ, ഇതെന്താ ഇങ്ങനെ പറയുന്നേ? നേരത്തെ ഉണ്ടായിരുന്നത് ആത്മാവിൽ, ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ജഡത്തിൽ. ഹല്ലേലൂയ. നേരത്തെ തന്നെ ദൈവം ആത്മാവിൽ ഉണ്ടോ ഇല്ലയോ? പക്ഷെ ജഡത്തിൽ വെളിപ്പെടുന്നതാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് യേശു ലോക സ്ഥാപനത്തിനു മുമ്പേ, സർവ്വവും ഉരുവാകുന്നതിന് മുമ്പേ ഉള്ള വ്യക്തിയാണ്. ചില ആൾക്കാർ പറയാറുണ്ട് കേട്ടോ, യേശു വന്നിട്ട് 2025 വർഷമല്ലേ ആയുള്ളൂ, അതിനു മുമ്പ് ഈ ലോകം ഇല്ലേ, അതിനു മുമ്പ് ഈ ഭൂമി ഇല്ലേ? ചേടാ, ഇതെല്ലാം ഉണ്ടാക്കിയ ആളാപ്പാ വന്നത്. ഇതെല്ലാം ഉണ്ടാക്കിയത് ആളാ വന്നത്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് താനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. ഹല്ലേലൂയ. മക്കൾ ജഡത്തിലും രക്തത്തിലും ആയതുകൊണ്ട് ആത്മാവിലായിരിക്കുന്ന ദൈവം ജഡത്തിലും രക്തത്തിലും ഭൂമിയിൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ അടുത്ത്. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ ലോകം മുഴുവനും ഉളവായിരിക്കുന്നത് ഈ വചനത്താലാണ്. ബാക്കി വായിച്ചു. പക്ഷേ ലോകത്തിനൊരു പ്രശ്നമുണ്ട്. എന്താണ്? അവനെ അറിഞ്ഞില്ല. ഇന്നറിയാമോ യേശുവിനെ? ഇല്ല. ഇന്നും അതെ, അന്നും അതെ. ലോകമോ അവനെ അറിഞ്ഞില്ല, മക്കളോ അവനെ അറിയുന്നു. ഹല്ലേലൂയ. ലോകം അവനെ അറിയില്ല, മക്കൾ അറിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. വായിച്ചു. അവൻ സ്വന്തത്തിലേക്ക് വന്നു. എല്ലാം ദൈവത്തിന്റെ. ശരിയാണോ? അവിടെ ഇസ്രായേൽ മക്കളുമായുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ അവരും കർത്താവിൻ്റെതാ, ഈ ലോകം മുഴുവനും കർത്താവിൻ്റെതാ. ശരിയല്ലേ? അപ്പൊ സ്വന്തത്തിലേക്കാ ഇറങ്ങി വരുന്നത്. പറഞ്ഞാട്ടെ. സ്വന്തമായവരോ എന്ത് ചെയ്തില്ലെന്ന്? അവനെ കൈക്കൊണ്ടില്ല. ഇന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? യേശു ഒരു മനുഷ്യനാണെന്ന് പറയുന്നവരല്ലേ ഉള്ളൂ. യേശുവാണ് ഈ സർവത്തെയും സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാവാൻ അധികാരമുണ്ട്. അവനാവുകയും ചെയ്യും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവന് ദൈവമക്കളാകാൻ അധികാരം ദൈവം കൊടുത്തു. ബാക്കി വായിച്ചു. അതാണ്, അവനെ കൈക്കൊണ്ട്. സ്വന്തമായവരാണ് എല്ലാവരും എങ്കിലും കൈക്കൊള്ളാൻ ആർക്കും മനസ്സില്ല. എന്നാൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും
ദൈവ മക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. ആരെല്ലാം വിശ്വസിക്കുന്നുവോ, സ്വന്തത്തിലേക്കാ താൻ വന്നത്, സ്വന്തമായവർക്ക് വേണ്ടിയാ താൻ ജനിച്ചത്, സ്വന്തമായവർക്ക് വേണ്ടിയാ താൻ മരിച്ചത്. എന്നാൽ പലരും ഒരു ചെവിയിൽ കൂടി ഇത് കേട്ട് മറ്റേ ചെവിയിൽ കൂടി തള്ളിക്കളയുമ്പോൾ ആരെല്ലാം വിശ്വസിക്കുന്നോ അവർക്ക് ദൈവ മക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പൊ നമ്മളെ ദൈവ മക്കളാക്കിയ സന്തോഷമായത്, ശരിയല്ലേ? മനുഷ്യനായിരുന്ന, കേവലം മനുഷ്യപുത്രന്മാർ എന്ന് പറയാൻ പറ്റുമായിരുന്ന നമ്മളെ ദൈവപുത്രന്മാരാക്കി മാറ്റുവാൻ ദൈവപുത്രനായ യേശു മനുഷ്യനായി. ഹല്ലേലൂയ. മനുഷ്യരായ നമ്മെ ദൈവപുത്രരാക്കി മാറ്റുവാൻ ദൈവപുത്രനായിരുന്ന യേശു മനുഷ്യനായി. ഇതാ കാര്യം. ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ജനിച്ചിരിക്കുന്ന എങ്ങനെയാണെന്നാ പറയുന്നത്? ദൈവത്തിൽ നിന്ന് അവൻ ജനിക്കുക, ദൈവത്തിന്റെ മക്കളായി തീരുക. ദൈവത്തിന്റെ DNA, ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ അധികാരം അതെല്ലാം അവനിലേക്ക് ഇമ്പാർട്ട് ചെയ്യപ്പെടുക. ഹല്ലേലൂയ. നമുക്കറിയാമോ ഈ ക്രിസ്മസിന്റെ മഹത്വം എന്താണെന്ന്? ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിന്മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിന്മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. മോചനം വീണ്ടും ജനനവും നീജ പാപി എന്നിൽ വസിപ്പാൻ. ആ വരി നിങ്ങൾ ശ്രദ്ധിച്ചോണം. മോചനം വീണ്ടും ജനനം. എന്തിനാ? നീജ പാപി എന്നിൽ വസിപ്പാൻ. ഹല്ലേലൂയ. ആ സ്നേഹത്തെ ആ വരിയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായവര് കരം ഉയർത്തി ഉച്ചത്തിൽ ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. മോചനം വീണ്ടും ജനനവും നീജ പാപി എന്നിൽ വസിപ്പാൻ. നിന്നുടെ ആത്മാവിനെയും നീ തന്നു നൽ കൃപാവരങ്ങളും. നിന്മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിന്മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഹല്ലേലൂയ. ആ സ്തുതി സ്തോത്രം ഉയരട്ടെ നമ്മുടെ അധരത്തിൽ നിന്ന്. ഹല്ലേലൂയ. ഓരോ ക്രിസ്മസിനും ദൈവം നമുക്ക് ചെയ്ത ആ വലിയ കാര്യം. ഹല്ലേലൂയ. വെറും കേവലം ഒന്നുമില്ലാത്ത മനുഷ്യൻ ദൈവം ഒന്ന് ഊതിയാൽ നമ്മൾ തെറിച്ചു പോകും, ഒരു പൊടിയും കാണത്തില്ല. അങ്ങനെ മനുഷ്യനെ സങ്കീർത്തനങ്ങളിൽ ചോദിക്കുകയാണ്, മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്. ഹല്ലേലൂയ. ആ നമ്മളെ വീണ്ടെടുക്കാൻ താൻ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പല ഫേക്കായിട്ടുള്ള വെളിച്ചങ്ങളും ഉണ്ട്, എന്നാൽ ട്രൂ ലൈറ്റ്, സത്യ വെളിച്ചം യേശുവാണ്. ഹല്ലേലൂയ. ആ വെളിച്ചം നിങ്ങളുടെ ഉള്ളിൽ വരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം ജയിച്ചു. ഹല്ലേലൂയ. യു ആർ ബ്ലെസ്ഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാ? യേശു നമ്മുടെ ഉള്ളിൽ ജനിച്ചിരിക്കുന്ന കൊണ്ട്, നമ്മുടെ ഉള്ളിൽ താൻ വസിക്കുന്ന കൊണ്ട്, നമ്മുടെ ഉള്ളിലൂടെ പ്രവർത്തിക്കുന്നത് കൊണ്ട്, അബ്ബ പിതാവേ എന്ന് വിളിക്കാൻ നമ്മളെ പ്രാപ്തരാക്കിയത് കൊണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്.
എത്ര പേർക്ക് ആ ക്രിസ്മസിന്റെ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ എത്ര പേർക്ക് കിട്ടി? ഹല്ലേലൂയ, സ്തോത്രം. ഒരു വാക്യം കൂടി വായിക്കാനായിട്ട് പോവാണ്. 14-ാമത്തെ വാക്യം. വചനം ജഡമായി തീർന്നു. ബാക്കി വായിച്ചോ കുഞ്ഞെ. ആ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പറഞ്ഞു. ഈ വചനം, സർവവും സൃഷ്ടിച്ച വചനം, വെളിച്ചമായ വചനം, ജീവനുള്ള വചനം നമ്മുടെ ഇടയിൽ ജഡമായി നമ്മളെ പോലെ ജഡത്തിൽ വസിച്ചു. ഹല്ലേലൂയ. കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, മോനെ മോളെ, നീ എനിക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. നിത്യ രക്ഷ തരാൻ ഞാൻ നിന്നെ വിളിക്കുന്നു. ഒരു മതം സ്ഥാപിക്കാനല്ല യേശു വിളിച്ചത്. ആണോ? അങ്ങനാണോ? നിത്യമായ ഒരു രക്ഷ നിനക്ക് തരാൻ. പിശാച് നിന്റെ ജീവിതം തകർത്തിരിക്കുന്നെങ്കിൽ, നിന്റെ ജീവിതത്തെ അടുക്കും ചിട്ടയുമുള്ളതാക്കാൻ, നിന്റെ ജീവിതത്തെ ദുഷ്ടൻ ഇരുട്ടിലാക്കിയെങ്കിൽ നിന്റെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവരാൻ, നിന്റെ തലമുറകളെ ദുഷ്ടൻ തകർത്തെങ്കിൽ നിന്റെ തലമുറകളെ കെട്ടിപ്പടുക്കാൻ, ഹല്ലേലൂയ, നിന്റെ ഭവനത്തിലേക്ക് ഞാൻ വന്നാൽ, നിന്റെ ജീവിതത്തിലേക്ക് ശരിക്കും നീ എന്നെ അംഗീകരിച്ചാൽ, ശരിക്കും നിന്റെ ഹൃദയത്തിനകത്തേക്ക് നീ എന്നെ വഹിച്ചാൽ, ഞാൻ നിന്റെ ഭവനത്തിൽ വസിക്കും. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുക. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ച് അത്താഴം കഴിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ആരെങ്കിലും ഇന്ന് ആ ശബ്ദം കേൾക്കുന്നെങ്കിൽ, കർത്താവിനെ രക്ഷകനായി അംഗീകരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അങ്ങാണെന്റെ കർത്താവ്, അങ്ങാണെന്റെ രക്ഷകൻ എന്ന് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ നിങ്ങൾ പറഞ്ഞാട്ടെ, യേശു നിങ്ങളുടെ ഉള്ളത്തിലേക്ക്, ആ സത്യ വെളിച്ചം നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ഇറങ്ങി വരട്ടെ. നിങ്ങളുടെ ജീവിതം പ്രകാശിക്കട്ടെ, നിങ്ങളുടെ കുടുംബം പ്രകാശിക്കട്ടെ, നിങ്ങളുടെ ദേശം പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. ഇരുട്ട് മാറിപ്പോകട്ടെ, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. പിടിച്ചടക്കാൻ പറ്റത്തൂല. പറ, എന്റെ ജീവിതം യേശു നിറഞ്ഞു നിൽക്കുന്നതിനാൽ, ആ വെളിച്ചം നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഒരു ഇരുട്ടിനും, ഒരു ദുഷ്ടനും, ഒരു പൈശാചിക മണ്ഡലത്തിനും എന്നെയോ എന്റെ തലമുറകളെയോ പിടിച്ചടക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എന്റെ ജീവിതം വെളിച്ചം നിറഞ്ഞതാണ്. എന്റെ ജീവിതം ശോഭ നിറഞ്ഞതാണ്. ഹല്ലേലൂയ. എന്റെ കുടുംബം അങ്ങനെ ആകട്ടെ, എന്റെ ദേശം അങ്ങനെ ആകട്ടെ. യേശുവിന്റെ വെളിച്ചം കടന്നു വരട്ടെ. ഹല്ലേലൂയ. എല്ലാവർക്കും, ഓൺലൈനിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഒരു സന്തോഷം നിറഞ്ഞ ക്രിസ്മസ് ആശംസിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആ ഒരു സത്യ വെളിച്ചത്തെ വഹിക്കുന്നവരായി നിങ്ങൾ ഓരോരുത്തരും എഴുന്നേറ്റാട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.